നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള യെശയ്യാ പ്രവാചകനെ പറ്റിയുള്ള ചെറിയ വിവരങ്ങളാണ്. ജെറുസലേമിൽ പേരെടുത്ത ഒരു കുടുംബത്തിൽ ആണ് യെശയ്യാ പ്രവാചകൻ്റെ ജനനം. പ്രവാചക മുഖ്യന്മാരിൽ പ്രമുഖനാണ് യെശയ്യാവ്. ഇദ്ദേഹം ക്രിസ്തുവിന് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ജനിച്ചത്. അതിഭക്തനായിരുന്നു യെശയ്യാവ്. പരിശുദ്ധമായ ദേവാലയം അദ്ദേഹം സാധാരണ സന്ദർശിക്കാറുണ്ട്. ഒരിക്കൽ ദേവാലയ സന്ദർശന വേളയിൽ യെശയ്യാ പ്രവാചകന് ഒരു വെളിപാടുണ്ടായി. അത്യുന്നതകരമായ മഹത്വത്തോടുകൂടി ദൈവം ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. ചിറകുകളുള്ള 6 മാലാഖമാർ അവിടുത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് കർത്താവായ ദൈവം പരിശുദ്ധൻ, ലോകമാസകലം അങ്ങയുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ അത്യുച്ചത്തിൽ പറയുന്നത് കേട്ടു. ആ ശബ്ദം കൊണ്ട് അവിടമെങ്ങും മുഖരിതമായി. ദേവാലയവും പരിസരവും പുക കൊണ്ട് നിറയുകയും ചെയ്തു. പരിശുദ്ധമായ ആ ശബ്ദം ശ്രവിച്ചുകൊണ്ടും തൻ്റെ അധരങ്ങൾ പാപം ചെയ്തല്ലോ എന്ന് പശ്ചാത്തപിച്ചുകൊണ്ടും യെശയ്യാവ് അവിടെ മുട്ടുകുത്തി നിന്നു. അനുഗ്രഹീതമായി വാക്കുകൾ ഉച്ചരിക്കുവാൻ അദ്ദേഹം അർഹനായില്ല. കത്തുന്ന ഒരു കൽക്കരി കഷ്ണവുമായി അപ്പോൾ ഒരു മാലാഖ തൻ്റെ അടുക്കലേക്ക് പറന്നെത്തി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധരങ്ങൾ തൊട്ടുകൊണ്ട് ആ ദൈവദൂതൻ പറഞ്ഞു, ഇതാ ഇപ്പോൾ നിൻ്റെ കുറ്റം നീങ്ങി, നിൻ്റെ പാപം പൊറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആരായിരിക്കും എൻ്റെ സന്ദേശവാഹകൻ? യെശയ്യാവ് മറുപടി പറഞ്ഞു, അങ്ങ് കൽപ്പിക്കും പോലെ ചെയ്യാൻ ഞാനിതാ സന്നദ്ധനായിരിക്കുന്നു. എന്നെ അങ്ങയുടെ സന്ദേശവാഹകനാക്കണമേ. ഇതോടെ യെശയ്യാവെ ദൈവത്തിൻ്റെ പ്രവാചകനായി വാഴിക്കപ്പെട്ടു. യഹൂദ രാജ്യം സമൃദ്ധിയുടെ ഉച്ചസ്ഥിതിയിലായിരുന്നു. അക്കാലത്ത് സമ്പത്തും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധവും യഹൂദയെ ബലഹീനമാക്കുകയാണ് ഉണ്ടായത്. യഹൂദയ്ക്ക് ദൈവത്തിൽ നിന്നൊരു സന്ദേശവാഹകനെ ആവശ്യമുണ്ടായിരുന്നു. പശ്ചാത്തപിക്കൂ, പ്രായശ്ചിത്തം ചെയ്യൂ. ഏതാണ്ട് 50 വർഷക്കാലം യെശയ്യാ ദൈവത്തിൻ്റെ ജനതയോടിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. വിഗ്രഹാരാധനയ്ക്കെതിരായി അദ്ദേഹം ശക്തിയായി താക്കീത് നൽകി. ധിക്കാരികളായ പണക്കാരെയും അധികാരികളെയും വിട്ടുവീഴ്ചയില്ലാതെ അദ്ദേഹം എതിർത്തു. സുഖലോലുപത ജീവിതത്തെ അദ്ദേഹം കഠിനമായി കുറ്റപ്പെടുത്തി. പശ്ചാത്തപിച്ച് വിശ്വാസത്തെ പുനർജീവിപ്പിക്കുവാൻ യെശയ്യാ പ്രവാചകൻ യഹൂദ ജനതയോട് ആവശ്യപ്പെട്ടു. ഭരണാധികാരികളുടെ വിദേശ ബന്ധങ്ങളും സ്വാർത്ഥതയും ഇവയ്ക്കെതിരെ അദ്ദേഹം ഭയലേശം കൂടാതെ മുന്നറിവ് നൽകി. യൂദായുടെ രക്ഷയ്ക്ക് ഏകമാർഗം ദൈവത്തിൽ ആശ്രയിക്കുകയാണെന്ന് പ്രവാചകൻ ഉപദേശിച്ചു. അധികാരികളത് ചെവിക്കൊണ്ടില്ല. അസീറിയക്കാരുമായി ബന്ധത്തിലാണവർ ഒരുങ്ങിയത്. നാടുകടത്തപ്പെടാൻ അടുത്തിരിക്കുകയാണെന്ന് അത് കണ്ട ഉടനെ യെശയ്യാ മനസ്സിലാക്കി, ദൈവജനതയിൽ ഏറ്റവും നല്ലവരായി അവശേഷിക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രമേ യെരുശലേമിൻ്റെ പുനരുദ്ധാരണത്തിന് തിരിച്ചെത്തുകയുള്ളൂവെന്നും യെശയ്യായ്ക്ക് മനസ്സിലായി. തൻ്റെ ജനത ചൂഷണം ചെയ്യപ്പെടുന്നത് കണ്ടപ്പോൾ അവർക്ക് അദ്ദേഹം ആശയുടെ ദീപം കൊളുത്തി. വരുവാനിരിക്കുന്ന രക്ഷകനെപ്പറ്റി അതിഭക്തിയോട് അദ്ദേഹം പലവട്ടം പ്രവചിച്ചിട്ടുണ്ട്. പരിപൂർണ നാശത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വരുന്നവനായ യേശു ക്രിസ്തുവിനെയാണ് അദ്ദേഹം അതിലൂടെ പ്രവചനത്തിലൂടെ ലോകരക്ഷകനായി വെളിപ്പെടുത്തിയത്. ഇത് യെശയ്യാ പ്രവാചകനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.